ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കൊച്ചു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ പച്ചക്കറിയുടെ കിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഈ അമരപ്പയർ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗർ കുറയ്ക്കാനായിട്ടൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കും എന്ന് പറയുന്നു. ഇത് പൊതുവേ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയല്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിഷാക്കി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറച്ച് അമരപ്പയർ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പച്ചക്കറിയുടെ കിറ്റിൽ നിന്ന് കിട്ടിയ അമരപ്പയറാണ്. അപ്പോൾ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ മുകളിലും താഴെയും ഒന്ന് കട്ട് ചെയ്ത്, കൂടാതെ അതിൻ്റെ സൈഡിലത്തെ നാര് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു 2-3 വെള്ളത്തിലായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയിലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ ഒക്കെ കുറച്ച് നേരം ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ പരളുപ്പിൻ്റെ വെള്ളമാണ്. അപ്പോൾ ആ ഉപ്പിൻ്റെ വെള്ളവും പിന്നെ ഈ പച്ചക്കറി ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റിയിട്ട് നമ്മൾക്ക് അത്യാവശ്യം ഒരു പകുതി വേവോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നതെന്നല്ലേ അപ്പോൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പരന്ന ഒരു പ്ലേറ്റിലേക്കോ മറ്റോ ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. നിരത്തിയിട്ടതിന് ശേഷം നമ്മളുടെ പാവയ്ക്കൊക്കെ ഉണക്കിയെടുക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക. ഇത് ഞാൻ ഉണക്കി എനിക്ക് കിട്ടിയപ്പോഴുള്ള കാഴ്ചയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ ചൂടായതിന് ശേഷം അതിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല കറുമുറാന്ന് നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നേരമൊന്നും എണ്ണയിൽ ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതങ്ങ് എളുപ്പത്തിൽ അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാവയ്ക്ക ഉണക്കി വെച്ചിരുന്നതും കൂടി വറുത്തെടുക്കുന്നതാണ്. ഈ പാവയ്ക്കായ അമരപ്പയറൊക്കെയാണ് സാധാരണ നമ്മളുടെ വീട്ടിൽ തോരൻ വെച്ചാലും മെഴുക്ക് പുരട്ടിയാലും ഒക്കെ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടാത്തൊരു സാധനം. അപ്പോൾ ആ 2 ഐറ്റംസും നമുക്ക് ഇങ്ങനെ ഉണക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതൊരു പ്ലേറ്റിലൊക്കെ ഒരു 5-6 വറുത്തിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി കൊണ്ടു നടന്ന് കഴിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.